റമളാൻ ഇബാദത്തറ തിങ്കളായിട്ടിക്കിട് റമളാൻ ഇബാദത്തറ ടൈമായിട്ടിക്കിട് ആ റമളാനിലെ ചെമ്മ ഇബാദത്ത് എടുക്കുള്ള തെരുവാക്കണു നഗല മുന്നോല് കൽഞ്ഞു പോയ മഹാന്മാർ ബറാഅത്ത് കൽഞ്ഞിട്ട് റമളാനിಗೆ കൊറിയ 4 ബാത്ര ബാക്കിയുള്ളൂ നങ്ങ റമളാനിಗೆ എത്ര റെഡിയായിട്ട് നിൻറാ മുന്നോല് കൽഞ്ഞു പോയ മഹാന്മാർ ആ മഹാന്മാർ റമളാൻ ബണ്ടതരെ ഖബല 6 അശ്ഹുർ ഇമാമീങ്ങ പടിപ്പാട്ടിയാറ് 6 തിങ്കൾ മുന്നോല് റെഡിയായോണ്ടിന്നാറ് റമളാൻ ബണ്ടതര 6 തിങ്കൾ മുന്നോല് റമളാൻ റെഡിയായോണ്ടിന്നാറ് പിന്നെ റമളാൻ കൽഞ്ഞെങ്കില റമളാൻ കൽഞ്ഞിട്ട് 6 തിങ്കൾ തോലു അങ്ങനെ മനസ്സിടെ ബേജാറ് പോണ്ടില്ല എന്തൊരു ബേജാറ് ഒന്ന് റമളാൻ വിദായ ചൊന്തു ചൊല്ല ബേജാറ് രണ്ടാമത്തെ ബേജാറ് അല്ലാ നാ റമളാൻ എത്രമാ നോമ്പ് നോക്കിയല്ലേ അല്ലാ ഖുർആൻ ഓതിയല്ലേ അല്ലാ തറാവീഹ് നിസ്കരിച്ചല്ലേ അല്ലാ നോമ്പ് തുറപ്പാട്ടിയല്ലേ അല്ലാ സ്വതക്ക കൊടുത്തല്ലേ അല്ലാ ഖുർആൻ ഓതിയല്ലേ അല്ലാ ഇതെല്ലാം നീ നിന്റെ ഭാഗത്തെ കബൂലാക്കിര ചൊന്നിട്ടു നക്ക് ഗൊന്തായിട്ടില്ലല്ലേ അല്ലാ നക്കൊരു ഗ്യാരണ്ടി ഇല്ലല്ലേ അല്ലാ റമളാൻ കൽഞ്ഞിട്ട് 6 തിങ്കളായെങ്കിലൂ ആ റമളാന്റെ ബേജാറ് ആ മഹാന്മാരെ കൽബിട പോയോണ്ടിന്നില്ല ആ രൂപത്തിലല്ലേ അങ്ങ് റമളാന്റെ കണ്ടോ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും റമളാന് ഗുണായിട്ട് സാക്ഷി നിൽക്കടതര കൂട്ടത്തിൽ അല്ലാഹു തആല ഞങ്ങൾ എല്ലാവരും പെടുത്തി തരട്ടെ. റമളാന് കേടായിട്ട് സാക്ഷി നിൽക്കട കൂട്ടത്തിൽ ഞങ്ങൾ ആരും അല്ലാഹു തആല പെടുത്തി തരാണ്ടിക്കട്ടെ. ഞങ്ങൾ അതുക്ക് പേനായിട്ട് റെഡി ആവണം. അതുക്ക് ഞങ്ങൾ എന്താക്കണു അള്ളാഹുടെ ചിഹ്നായിട്ട് കിട റമളാൻ ഇസ്ലാം ചൊന്നെങ്കിൽ എന്തരെ താലീമുമാണ് അല്ല ബഹുമാനിക്കുക ചൊന്നങ്ങളെ ബഹുമാനിക്കണം അത് ഇസ്ലാം. അല്ല ബഹുമാനിക്കുക ചൊന്നതിനെ ബഹുമാനിക്കണം അത് ഇസ്ലാം. അത് മനുഷ്യന്മാരാവട്ടെ മനുഷ്യന്മാരല്ലാത്തങ്ങാവട്ടെ ബഹുമാനിക്കണോണ്ട് ചൊന്നങ്ങളെ ബഹുമാനിക്കണം. ആ ബഹുമാനം കിട്ടണമെങ്കിൽ ഒറിജിനൽ മുസ്ലിം ആവണം. ഒറിജിനൽ മുസ്ലിം ആവണമെങ്കിൽ സുന്നത്ത് ജമാഅത്തായിട്ടിരിക്കണം. കാരണം സുന്നത്ത് ജമാഅത്ത് പറത്തുള്ള ഒരാൾക്കും ബഹുമാന ചൊല്ലതൊന്നും നിൽക്കില്ല. ഞാനിത് വെറുതെ എഴുതുന്നുണ്ടല്ല. ബഹുമാന വലിയ വിഷയ. അമ്പിയാക്കന്മാരെ ബഹുമാനിക്കണം, അപ്പനെ മുസ്ലിം അവിടെ. ഔലിയാക്കന്മാരെ ബഹുമാനിക്കണു, അപ്പല്ലേ നേരായ ഒരു മുസ്ലിം ആവിടോ. ഇതുപോലെ ഖുർആൻ അല്ലാഹുടെ കലാമായ ഖുർആന്റെ ബഹുമാനിക്കണു. അത് അല്ലാഹുടെ ചിഹ്നദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അതേ അല്ലാഹുടെ ചിഹ്നടെ നിങ്ങ ബഹുമാനിക്കണു. പള്ളി അല്ലാഹുടെ ചിഹ്ന പള്ളിയുടെ ബഹുമാനിക്കണു. ആ പള്ളിയില് ദുനിയാവിടെ പൽക്ക പറകു തീറ. പള്ളിയുടെ ഉൽക ജനറൽ ബോഡിയുടെ പേരില് ഗലാട്ടെ പറകു തീറ. പള്ളിയുടെ ഉൽക കത്തി തന്നെ എടുക്കുക തീറ. പള്ളിയുടെ ഉൽക റായത്തങ്ങ ഗലാട്ടാക്കുക തീറ. പള്ളി അല്ലാഹുടെ ചിഹ്ന അത് ബഹുമാനിക്കണു. ആ ബഹുമാനിക്കിടങ്ങു മാത്രമേ ഖൽബുലു തഖ്വ ഉള്ളേ. നേരായ തഖ്വ വേണായ ഖൽബുലു മോത്തുലുള്ള തഖ്വത്തെ കാണിയാറ, കയ്യിലുള്ള തഖ്വത്തെ കാണിയാറ, തലലുള്ള തഖ്വത്തെ കാണിയാറ, കാലിലുള്ള തഖ്വത്തെ കാണിയാറ. അത്തഖ്വ ഹാഹുനാ അത്തഖ്വ ഹാഹുനാ അത്തഖ്വ ഹാഹുനാ. തഖ്വ ഉടെ വേണം, നേരായ തഖ്വ വേണായ ഖൽബുലു. ആ ഖൽബുലു നിങ്ങൾക്ക് തഖ്വ വേണ. അല്ലാഹുടെ ചിഹ്നടെ നിങ്ങ ബഹുമാനിക്കണു. ആ റബ്ബുടെ ചിഹ്നായിട്ട് കിട റമളാൻ, ആ റബ്ബുടെ ചിഹ്നായിട്ട് കിട ശഅബാൻ, ആ റബ്ബുടെ ചിഹ്നായിട്ട് കിട ഖുർആൻ. ഖുർആന്റെ ബഹുമാനിക്കണം. എങ്ങനെ ബഹുമാനിക്കണു? ഖുർആൻ ഓതുമ്പോ എങ്ങനെങ്കിലും ഓതിമയാവല്ല. പിന്നെ ഖുർആൻ ഉളു എടുത്തിട്ട് ഖുർആൻ ഓതണം അല്ലേ? അത് ഞങ്ങൾ കാണാട്ടെ ഓതരെങ്കിലും മുസ്ഹഫ് തൊടകു ഉളുവിനെമേ ഖുർആൻ ഓതണമെങ്കിൽ ഉളു വേണ്ടില്ല. പക്ഷെ സുന്നത്ത്. പക്ഷെ ഞങ്ങൾ മുസ്ഹഫ് തൊടാട്ടെ ഖുർആൻ ഓതരെങ്കിലും ഞങ്ങൾ ഒന്ന് ഉളു എടുക്കണം. എടുത്തിട്ട് അതാ നല്ല ഡ്രസ് ഇടണു. എങ്ങനെങ്കിലും ഖുർആൻ ഓതിയങ്കാവാല. ഉമ്മമാരെ നിങ്ങൾ ഔത്തുലു, നിങ്ങൾ അടുപ്പുകാരെല്ലാം സൊറാക്കുമ്പോ ഇട്ട ഡ്രസ് കിച്ചണിൽ നിങ്ങൾ സൊറാക്കും, കിച്ചൺ റൂമിൽ സൊറാക്കുമ്പോ ഇട്ട ഡ്രസ് അതേ ഡ്രസ് ഇട്ടിട്ട് നിങ്ങൾ ഖുർആൻ ഓതിങ്കാവാല. ഖുർആൻ ഓതുക നല്ല ഡ്രസ്. നിസ്കരിക്കുക യൂസ് ആക്കുമ്പോൾ ഇട്ട ഡ്രസ്സില്ലേ ആ ഡ്രസ് കൊണ്ട് ഖുർആൻ ഓതണം.
പിന്നെ ഖുർആൻ ഓതുമ്പോ നിങ്ങൾ നല്ല അത്തറിടണു. അവിടെ വെച്ചിട്ട് അത്തറിടണായി, അല്ലാണ്ട് മങ്ങിലത്ത് പോകുമ്പോ അല്ല. ഔത്രപ്പുറത്തേക്ക് ഹാളുക്ക് പോകുമ്പോ, അതുപോലെ ഔത്രപ്പുറത്ത് മങ്ങിലത്ത് പോകുമ്പോ പെണ്ണിങ്ങാറ് അത്തറിടോ തീറ. അങ്ങനെ അത്തറിട്ടിട്ട് ഔത്രപ്പുറത്തേക്ക് പെണ്ണ് പോ തീറ. അതേ കാരണം നിങ്ങൾ പോകുമ്പോ ആ അത്തറ മണം ഏതെങ്കിലും ഒരു അന്യ ആണിടെ മൂക്ക് തട്ടിട്ട് ഇതേ കർണാടകത്തെ ഉസ്താമാർ വാളു ചൊല്ലുമ്പോ വലിയ അടങ്ങിയാർ. കേരളത്തെ ആറ് വന്ന് വാളു ചെന്നെങ്കിലും മലയാളത്തിൽ ചൊന്ന് പോയി നടക്കെടുക്കും. അവിടെ ആര് മലയാളം നക്കിനൊക്കെ തെരിയാത്ത ഇന്നെങ്കും വലിയ നന്റെ പോലത്തെ കർണാടകത്തെ ആൾ മാറിക്കുമ്പോ പിന്നെ അത് അപ്പറ അവിടെ ഈ പറ പിന്നെ വാളായിട്ട് പോയെങ്കിൽ പിന്നെ ലാസ്റ്റ് കേന്ദ്രം ചെന്നെങ്കിൽ ജണ്ടിലും ചൊന്തു അതായില്ല എന്റെ കൊറിയങ്ങ അങ്ങനെ പിന്നെ എല്ലാരും തൃപ്തിപ്പെടുത്തിട്ട് പോക ആരെ കൊണ്ടാവില്ലല്ലേ അങ്ങനെ അവിടെ എല്ലാരും തൃപ്തിപ്പെടുത്തും 100%. ഒരു വാള് കളഞ്ഞ് പോകുമ്പോ റായത്തെ എല്ലാരും 100 ചൊല്ല ആരെങ്കിലും വാറാ. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ എല്ലാം ചൊല്ല കന്നഡത്തിലും ചൊല്ലേ നക്കിടിക്കലും ചൊല്ലേ. വേറെ ഒന്നും ചൊല്ലോ ചൊന്നില്ലേ ഇത് രണ്ടിൽ നാ ചൊല്ലേ. അങ്ങനെ ഉണ്ടോ ലുക്മാനിലൊക്കെ അങ്ങനെ ഉണ്ടല്ലേ എല്ലാരും 100% തൃപ്തിപ്പെടുത്തുകവാ ആവൂല്ലേ. ഞാന് മുഞ്ഞാണ്ട് ഒരു മൊത്തം വാള് തന്നെ വാള് വേറെ അവിടെ ഉള്ളു. നിങ്ങൾ ഈ മുറ്റത്തില് ഞാൻ നല്ലൊരു പ്രോഗ്രാം ഇവിടെ കുറെ മുന്നോട്ട് അവിടെ വന്നു പോയാ കോട്ട പടുക്കേറിൽ അവിടെ SYSSF അള്ളാഹു തആല എല്ലാവർക്കും വലിയ ബർക്കത്ത് കൊടുക്കട്ടെ, ഖൈർ കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. അപ്പൊ അവിടെ നോക്കുമ്പോ അങ്ങനെ റാത്തി ഇവിടെ 25ാമത്തെ വാർഷിക 2 വർഷ വറവ് കൊണ്ടുണ്ട്. അള്ളാഹു തആല അതിലെല്ലാം തെരുവ് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. അപ്പൊ ഒരു 2 പാവത്തെ പെൺമക്കളെ ബാൽവാട്ടി കൊടുക്കടയുള്ളൊരു നിയത്ത് ആ കാര്യകർത്തമാർ മനസ്സിലുണ്ട് കൊന്തായിട്ട്. അവിടെ ഉസ്താദുമാർ കാര്യകർത്തമാരെല്ലാം ഇവിടെ ഉള്ളാറ്. അപ്പൊ ഞാൻ ആ സദസ്സിലുള്ള ഞങ്ങളുടെ ഓരോ പവൻ കേട്ടെ, ഓരോ പവൻ തന്നാറ്. അതുപോലെ അണ്ടുക്ക് പേന്മായ ഇറച്ചി കേട്ടെ, ഇറച്ചി കൊടുത്താറ്. അതുപോലെ അണ്ടുക്ക് പേന്മായ പിന്നെ എത്ര തോന്നി നിങ്ങൾ പുതിയ ആമ്പിളേക്ക് വാച്ച് കൊടുക്കേണ്ടതുണ്ട്, പുതിയ പെണ്ണുക്ക് പോലും വാച്ച് കൊടുത്താറ്. അപ്പൊ ജവറാജ് എന്ന് പുതിയ പെണ്ണുക്ക് വേണേ വാച്ച് നാ കൊടുക്കടേ. അങ്ങനെ ഇത് ബാജാലും ഐസ്ക്രീമും എല്ലാം ആ സദസ്സിൽ ആക്കിയിട്ട് ഞാൻ അവിടെ പോയി. അള്ളാഹു തആല ആ റായത്തങ്ക് വലിയ ബർക്കത്ത് കൊടുക്കണം. അങ്ങനെ അവിടെ ഞാൻ ഒരു വാളു ചെന്നേ. എന്താ വാളു എന്തുണ്ടാ ഇപ്പ എല്ലാരും എല്ലാ മക്കം കേൾക്കണോ. അവിടെ ഒരു വാളു ചെന്ന് എന്താ വാളു ചെന്നെങ്കിൽ ഇപ്പൊ ഒരു കലി സുറായിട്ട് എന്താ കലി മക്കളെ നടുള്ള ഒരു കളിയുണ്ട്. പബ്ജിയും ഫ്രീ ഫയറും ഞങ്ങളെ മക്ക ഫുള്ളു കളിയിലെ. ഇപ്പൊ ഇവിടെ ഉള്ളാരെ കൊന്നില്ലേ ഞങ്ങൾ വാള് പോയ എവിടെ പോലും പരിസരത്തില് അബ്ബ ഉമ്മമാരെല്ലാം വാള് വന്നിച്ചാറ്, മൂത്തങ്ങമാരെല്ലാം വാള് വന്നിച്ചാറ്. ഇലങ്ങമാർ ഇങ്ങനത്തെ വല്ലതുണ്ടാ പള്ളിയുടെ അപ്പുറത്തൊരു മൂലയിൽ പോയിട്ട് പബ്ജി കളിച്ചോളാറ്, ഫ്രീ ഫയർ കളിച്ചോളാറ്. അപ്പൊ ഞങ്ങളെ മക്കളെ തലയിൽ ഫുള്ളു ഈ കളി നിറഞ്ഞിര്. ഞങ്ങൾ തലാട്ടിയത് കൊണ്ട് വയ്യായില്ലേ എന്താക്കണു നന്റെ മോന്റെ തലയിൽ ആ കളി നിറഞ്ഞിറ ഇല്ലെന്ന് ഞങ്ങൾ നോക്കണു. നാളെ ഞങ്ങളെ മക്ക ഞങ്ങളെ കയ്യിൽ കിട്ടാലേ ഇനിയുള്ള കാല ഡേഞ്ചർ കാല. പിന്നെ മറിച്ചിട്ട് കിടന്നിട്ടിക്കുമ്പോ ടെൻഷൻ ആക്കിയിട്ട് ഒരു കാര്യമില്ല, ഒരു പ്രയോജനം ഇല്ല. അല്ലാഹു തആല ഞങ്ങളെ മക്കളെല്ലാം നല്ലാക്കി തരട്ടെ, ഞങ്ങളെ മക്കളെല്ലാം സ്വാലിഹീൻ ആക്കി തരട്ടെ. അപ്പൊ ഞാൻ അവിടെ പ്രസംഗിച്ചേ അങ്ങനെ ഞങ്ങളെ മക്കെന്തോ അങ്ങനത്തെ കലിയുടെ പെറോല് പോയിട്ട് ടൈം വേസ്റ്റ് ആക്കോ തീരാജൊന്നുണ്ട്. അപ്പൊ എന്തായിട്ട് തോന്നുന്നുണ്ടാ ഒരു നല്ല മനുഷ്യ ഇത് ക്ലിപ്പാക്കിയിട്ട് എല്ലാ മൊത്തവും കടത്തിയ ഇന്ത്യക്ക് ഇതെല്ലാ പേരൻസ്മാർക്ക് കിട്ടിട്ട് അങ്ങനെ മക്കളെ ഇങ്ങനത്തെ കല്ലിടെ തൊട്ടിട്ട് അങ്ങ് ദൂരെ നിപ്പാട്ടിട്ട് ഒന്നിട്ട് കടത്തിയോ. പക്ഷെ ആ കൂട്ടത്തിൽ ഓർത്ത ആറ് കൊന്നത്തിൽ അള്ളാഹു തആല അവനക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ, അള്ളാഹു അവനക്ക് പുറത്തു കൊടുക്കട്ടെ, അവനക്ക് അള്ളാഹു തആല നല്ല ഫ്യൂച്ചർ കൊടുക്കട്ടെ. അത് ആരുണ്ട് നക്ക് കൊന്നില്ലേ ഗൊന്ത അവിടെ വേണ്ട. കാരണം ഗൊന്തായി ഞങ്ങളെ മനസ്സിൽ അങ്ങോട്ടൊരു ബേജാറ്. അതുകൊണ്ട് ഞാൻ റബ്ബിട്ട് ദ്വാരക്കട്ടെ റബ്ബേ എന്നൊക്കെ ആറിട്ട് അവന് ഗൊന്താക്കി മാറ്റേണ്ട റഹ്മാനെ. കാരണം ഞങ്ങളെ മനസ്സിൽ ഒരാളോട്ടൊരു ബേജാറ് പുറത്തിറല്ലേ, ബേജാറ് പറഞ്ഞ് ഞങ്ങൾക്ക് അത്ര പുറത്തെ. അപ്പൊ അതുകൊണ്ടിട്ട് എന്തായിട്ട് അവൻ എന്താക്കിയോ നിങ്ങൾ അതിൽ ഒരു ക്ലിപ്പ് കാലി ഞാൻ അതിന് അപ്പുറം ഇപ്പുറം ചൊന്നൂരെ കലിക്കോ തീരാ കലി തലയിൽ 10 തീരാണ് ഓൺ എന്താ കാലി ഫ്രീ ഫയർ ചൊണ്ട ഒരു കളി ഉണ്ടു. പബ്ജി ബാൻ ഞാനവിടെ പബ്ജി ബാൻ ആയിട്ടോ ചെന്ന് ബാനായെങ്കിലും ഇപ്പൊ അതിനെ കാട്ടി വലിയൊരു കളി ഇപ്പൊ നോക്കുമ്പോ നക്ക് വിഷയം എടുത്ത് ഇപ്പൊ പബ്ജി കളിക്കടങ്ങും ഫ്രീ ഫയർ കളിക്കടങ്ങും ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള എന്തേ കൊറിയക്ക് പബ്ജി ആവണം പബ്ജി ആളുള്ള പിന്നെ കൊറിയങ്ങ ഫ്രീ ഫയർ ആളുള്ള. അപ്പൊ ഇത് ഏതാ ഓർത്ത് എന്താക്കിറ പബ്ജി ആവാത്തവണ ഫ്രീ ഫയർ ആവാത്തവണ അങ്ങനെ കളിക്ക് അഡ്വർടൈസ്മെന്റ് ആക്കിയിട്ട് 30 സെക്കൻഡ് മാത്രം ക്ലിപ്പ് ആക്കിയിട്ട് ഇപ്പൊ നോക്കുമ്പോ കലിബിറാന്റെ തലക പറ്റിട്ടുള്ള എല്ലാം അങ്ങനെ സ്റ്റാറ്റസിൽ അത്. അപ്പൊ ഉസ്താദ് വാള് ഉസ്താദ് ഫ്രീ ഫയർക്ക് ഭയങ്കര അഡ്വർടൈസ് കൊടുത്തൊരു വാൾ ചെന്നൂറാണ് ചെമ്മാൽമാർ കേട്ടോല്ലേ. ഇത് നേരായിട്ട് ക്ലിപ്പാക്കിയത് 7 മിനിറ്റ് ക്ലിപ്പ് ഉണ്ട്. പക്ഷെ ഈ കലിബിറാന്തുള്ളവൻ എന്താക്കിയ 30 സെക്കൻഡ് മാത്രം ക്ലിപ്പാക്കിയിട്ട് തലക ഉണ്ടാക്കിയ സ്റ്റാറ്റസ് ഇടപാട്ടിയ വാട്സപ്പിലെല്ലാം സുബ്ഹാന ജല്ല ജലാലു. ഇങ്ങനെ ഒന്നുണ്ടാ എല്ലാരും തൃപ്തിപ്പെടുത്തിട്ട് വാളു ചൊല്ലുകാവൂല്ലേ. അത് നണ്ട കൊണ്ടല്ല ഒരാളെ കൊണ്ടുമാവൂല്ലേ. നങ്ങയേത് കണക്ക് നണ്ട കൊണ്ടല്ല ഒരാളെ കൊണ്ടുമാവൂല്ലേ.
പക്ഷേ അതാ എന്തെങ്കിലും ഒരു ദീന്റെ കാര്യം ചൊന്തറുമ്പോ നല്ല കാട്ടായങ്കത് സ്വീകരിക്കിടാറ്, നല്ല കാലേ അത് ദുരുപയോഗ ആക്കിടാറ്. അല്ലാഹുവേ, അതാറ് അങ്ങനെ ആക്കിട്ടിന്നെങ്കിലും നീ അവനുക്ക് ഖൈറ് കൊടുക്കു റഹ്മാനെ, ബറക്കത്ത് കൊടുക്കു റഹ്മാനെ. അവനുക്ക് കൊടുത്ത ബറക്കത്ത് കൊണ്ടിട്ടു അവന് തെരു തപ്പാവാൻ തപ്പിട്ട് പോണ്ട ബദലു നല്ല തെരുകു ബറകു നീ തൗഫീഖ് കൊടുക്കല്ലോ. അതുകൊണ്ട് എല്ലാരെ കൊസിപ്പെടുത്തിട്ട് വാതു ചൊല്ലുക എവിടെ ആവില്ല. ലുക്മാൻ ഹക്കീം തങ്ങ മോണും ജണ്ടാലിങ്ങനെ പോയോണ്ടുള്ളാർ. ഒരു മൃഗമുണ്ട്, ഒരു മൃഗ. പണ്ടെല്ലാം മൃഗത്തെ മേലല്ല പോണ്ടേ. അപ്പൊ മൃഗത്തെ മേലെ പോകുമ്പോ ഫസ്റ്റ് ബാപ്പ മേലെ വത്തിത്ത് മോണ് കീഴുണ്ടു. അപ്പൊ കൊറിയങ്ങനെ എതിർ നടന്നോ പോകുമ്പോ അവിടെ മൂലൽ കൊറിയ കുസു കുസു ആക്കണങ്ങ എപ്പോഴും ഇക്കിടാറ്. അപ്പൊ അവിടെ എന്തെല്ലാം അറിയുന്നുണ്ടാ അങ്ങനല്ലവാ അങ്ങനല്ല പോണ്ട തെരുവ് മൂത്ത് കുസുസു ആക്കണ ഇക്കിടാറ്. അങ്ങനറാക്കി അറിയുന്നെങ്കിൽ അങ്ങ ചൊന്നാർ ഇത് എന്ത് ബാപ്പ ബാവാ എന്താ കാരണം മോന്റെ കീഴിൽ നടപ്പാട്ടി ബാപ്പ മേലെ പത്തി നടന്നു പോയോണ്ടുണ്ടോ. അപ്പൊ ഇത് കേട്ടപ്പോ തെല്ലപ്പറെത്തിയപ്പ ബാപ്പ കീഴിൽ നിത്ത് മോണ് പത്തി. അപ്പൊ അവിടെ തെല്ലപ്പറയുന്ന ഇത് എന്തിന മോണ് പോവാ അബ്ബായോണ്ട് കീഴിൽ നടപ്പാട്ടിയുണ്ട് മോണ് മേൽ പത്തിയ പോയോണ്ടുണ്ടോ. അപ്പൊ ഇത് കേട്ടപ്പോ എന്തായി തോന്നുന്നുണ്ടാ ജണ്ടാലും കീഴിൽ ഞാൻ വേണ്ട ഇനി അത് മാത്രം പോട്ടെ അങ്ങ് കീഴിൽ നടന്നുകൊണ്ട് പോയി. അപ്പൊ കൊറേ അപ്പുറത്തെ അങ്ങനെ ഒന്നും എന്തിനൊന്നുണ്ടാ എന്ത് മനുഷ്യൻ പാർവാ ഇത്ര നല്ലൊരു മൃഗം ഇന്നിട്ട് ജണ്ടാലും കീഴിൽ നടന്നുകൊണ്ട് പോയിട്ടുള്ള അതിന്റെ മേൽ പത്യം പോയെങ്കിൽ എന്തേ. അപ്പൊ ഇത് കേട്ടിട്ട് ജണ്ടാലും മേൽ പത്തിയാണ് മേൽ പത്തിട്ട് അവരെ പോകുമ്പോ എന്നാണ് സുബ കുറെ ആൾമാര് എന്ത് മനുഷ്യന്മാർ പോവാ കാരണം ഈ ജണ്ടാലും ഇതിന്റെ മേൽ പത്തിയോണ്ട് പോയോണ്ട് ഇതിനെ ഉപദ്രാക്കിയോണ്ടുള്ള നോക്കറു നീ. അപ്പൊ ഇത് ലുക്മാൻ ഹക്കീം തങ്ങ മോണ്ടിട്ട ഉപദേശം ഒന്നും മോനെ ദുനിയാവിലുള്ള എല്ലാരും 100 തൃപ്തിപ്പെടുത്തുക അവിടെ ഉണ്ട് നീ വിചാരിക്കണ്ട ഇതായിട്ടിക്കിട് ദുനിയാവും അതേ നക്ക് ചൊല്ലുള്ളൂ ഇതായിട്ടിക്കിട് നുപ്പാടെ ചൊന്ന വിഷയത്തിലും ദുനിയാവും. അല്ലാഹു തആല നമുക്ക് നല്ല ബോധം തരട്ടെ. അപ്പൊ നാ ചൊന്നുകൊണ്ട് വന്നു ഖുർആൻ ಅಲ್ಲಾಹನ ಗ್ರಂಥವಾಗಿದೆ ಪವಿತ್ರ ಕುರ್ಆನ್. ಆ ಕುರ್ಆನ್ ಪಾರಾಯಣ ಗೈಯುವಾಗ ಉತ್ತಮವಾದ ವಸ್ತ್ರವನ್ನು ಧರಿಸಬೇಕು, നല്ല ಡ್ರೆಸ್ ಇಡೋಣ, ಅದರೊಂದಿಗೆ ಸುಗಂಧ ದ್ರವ್ಯವನ್ನು ಬಳಕೆ ಮಾಡಬೇಕು, ಪವಿತ್ರ ಕಅಬಾದತ್ತ ತಿರುಗಿ ಕುರ್ಆನ್ ಪಾರಾಯಣ ಗೈಯಬೇಕು. ಕೊರಿಯಂಗೋರು ಸ್ವಭಾವ ಉಂಟು ಎಂದ್ರೆ ಸ್ವಭಾವ ಯಾರು ಪೆಣಿಗೋರು ಸ್ವಭಾವ ಉಂಟು ಎಂದ್ರೆ ಸ್ವಭಾವ ಅಂತುಂಡ ഖുർആൻ ഓതിയോണ്ടിരിക്കുമ്പോ ഖുർആൻ ഓതിയോണ്ടിരിക്കുമ്പോ അതേ മുസഹഫിടെ ഒരു കടലാസ് ഇങ്ങനെ തിരിക്കട എങ്ങനെ അതിങ്ങനെ തിരിക്കുമ്പോ കിട്ടില്ല. അപ്പൊ നേരെ നാവുക തട്ടുപാട്ട ബെറലിടോ എന്നിട്ടതാ ആ നാവുടെ തണ്ണി എടുത്തിട്ട് ഇങ്ങനെ മുസഹഫിടെ കടലാസ് ഇങ്ങനെ തിരിക്കിടോ. നനവുള്ള തുപ്പലിനാൽ തൊടല്ലേ മുസഹഫിൽ ഇബ്നുൽ ഹജർ പറയുന്നു തന്റെ ഫതാവയിൽ. നീ നിന്റെ ബെർല് കൊണ്ടിട്ടു നാവുക തൊട്ടിട്ടു അതര തണ്ണി എടുത്തിട്ട് നിന്റെ മുസഹഫിടെ കടലാസ് തിരിക്കണ്ട. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അൽ ഫതാദെ ഫതാവ ചൊല്ല കിതാബിൽ എഴുതി വെച്ചിരു ബഹുമാന വേണു. ഖുർആൻ ഓതുമ്പോ ബഹുമാന വേണു. പവിത്ര ഖുർആൻ പാരായಣ ಗೈಯುವಾಗ ബഹുമാന ಗೌರವ ಬೇಕು. ഖുർആന്റെ ബഹുമാനിക്കടത് പോട്ട്, ഖുർആന്റെ ബഹുമാനിക്കടത് പോട്ട്. അല്ലാഹുടെ ഒരു പേരുള്ള ഒരു കടലാസ്, ആ കടലാസരെ ബഹുമാനിച്ചെങ്കില് എത്ര വലിയ സ്ഥാനത്ത് എത്തുകാവിടോ. ചെറിയ സ്ഥാനമാ. ഒരു ಕುಟುಂಬದ ಬಗ್ಗೆ ನಾನು ನಿങ്ങളೊಟ್ಟ ಚೊಲ್ಲಟ್ಟ. ಒಂದು ಕುಟುಂಬದ ಬಗ್ಗೆ ನಾನು ನಿಮ್ಮೊಂದಿಗೆ ಹೇಳುತ್ತಿದ್ದೇನೆ. ಆ ಕುಟುಂಬದ ಸಹೋದರ ಯಾರು? ಸಯ್ಯಿದುನಾ ಬಿಸ್ರುನಿಲ್ ಹಾಫಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು. ಆ ಕುಟುಂಬದ ಸಹೋದರಿ ಯಾರು? ಬಿಸ್ರುಲ್ ಹಾಫಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ರವರ ಸಹೋದರಿ ಯಾರು? ಸಯ್ಯಿದತುನಾ ಮುಖ್ಖಾ ರಲಿಯಲ್ಲಾಹು ಅನ್ಹಾ. ಸಹೋದರನು ಸಹೋದರಿ ಇವರಿಬ್ಬರೂ ಕೂಡ ತಖ್ವಾ ಜೀವನವನ್ನು ನಡೆಸಿದವರು ಚರಿತ್ರೆಯಲ್ಲಿ ಕಾಣಬಹುದು. ಸಯ್ಯಿದುನಾ ಬಿಶ್ರುಲ್ ಹಾಫಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು. ನನ್ನ ಶಬ್ದವನ್ನು ಶ್ರವಿಸುತ್ತಿರುವ ಯುವಕರೊಂದಿಗೆ ನಾನು ಹೇಳುತ್ತಿದ್ದೇನೆ, ನಾವು ರೋಲ್ ಮಾಡೆಲ್ ಆಗಿ ಕಾಣಬೇಕಾದವರಾಗಿದ್ದಾರೆ ಸಯ್ಯಿದುನಾ ಬಿಶ್ರುಲ್ ಹಾಫಿ റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ പേര് എന്തിനാ കൊണ്ടുണ്ടാ? ബിശ്ർ. മക്കൾക്ക് ചൊന്ന പേര് ബിശ്ർ ഉണ്ട്. മക്കൾക്ക് പേര് വയ്ക്കുമ്പോ നല്ല പേര് നോക്കിയിട്ട് വയ്ക്കണം. ബിശ്ർ.
പിന്നെ ആ പേരൊട്ടിക കൂട്ടിട്ടുള്ള പിന്നൊന്ന് എന്തിനായിട്ട് കേട്ടെങ്കിൽ അൽ ഹാഫി. ഹാഫി ചെന്നെന്തിനാ കാലില് ചെരുപ്പിടാണ്ട് നടക്കട ആളുണ്ട് അർത്ഥ. അതിന്റെ കാലില് ചെരുപ്പിടാണ്ട് നടക്കുള്ള കാരണം എന്തുണ്ടാ? തന്റെ കാലിലുള്ള ചെരുപ്പു അതിങ്ങനെ ബാർ പൊട്ടിയോണ്ടേ ഇക്കിട്. അപ്പൊ ആ റായത്തില് ഈ ചെരുപ്പ് സമാക്കടങ്ങ ഇക്കിടാറല്ലേ? ചെരുപ്പ് സമാക്കടങ്ങല്ലേ? ആ ചെരുപ്പ് സമാക്കട ആൾമാരെ കയ്യിൽ കൊണ്ടിട്ട് ചെരുപ്പ് കൊടുത്തിട്ട് ചെരുപ്പ് സമാക്ക് പാട്ടിയോണ്ട് ഇത് എത്ര സമാക്ക് പാട്ടേ പൊട്ടിയപ്പ പാടെ അതേ ചെറുപ്പ് സമാക്ക് പാട്ടേ അതേ ചെറുപ്പിടേ. പാടം പൊട്ടിയപ്പ പാടം അതേ ചെറുപ്പ് സമാക്ക് പാട്ടേ അതേ ചെറുപ്പിടോ. അപ്പൊ എന്തായത് ഒന്നാൾ ഇത് സമാക്ക് കൊമ്പോയപ്പ ഈ ചെറുപ്പ് സമാക്കി കൊടുക്കട്ടെ, റിപ്പയർ ആക്കി കൊടുക്കട്ടെ. ഇയാള് ജന്തു എന്തിക്ക് നന്റെ പോലത്തെ പാവത്തങ്ങളെ ഉപദ്രാക്കടേ നോക്കാം. ഈ ചെറുപ്പ് സമാക്ക് പാട്ടവ നൽകി ഒരു അങ്ങാടിക്ക് പോയിട്ട് നല്ല ഒരു പുതിയ ചെറുപ്പെ ഒന്ന് എടുത്തിട്ട് കാല കിട്ടിയെങ്കിൽ എന്താ ഇത് ഇത് കുത്തി കുത്തിയിട്ട് തീന്നറി ഇനി കുത്തുകില്ല. ഇനി പാടം ഈ ചെറുപ്പടെ എന്തെങ്കിലും റിപ്പയർ ആക്കി കൂട്ടിയാൽ കൊമ്പണ്ടേ. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഒരു തീരുമാനം എടുത്തിട്ട് എന്ത്ര തീരുമാനം അല്ലാ ഈ ചെറുപ്പക്കാരനായിട്ട് ನನ್ನ ಈ ಚಪ್ಪಲಿ ಕಾರಣದಿಂದಾಗಿ ಓರ್ವ ಮನುಷ್ಯನ ಮನಸ್ಸು ನೋವಾಯಿತು ತಾನೆ. ಆದ್ದರಿಂದ ಇನ್ನು ನನ್ನ ಕಾಲಿಗೆ ಚಪ್ಪಲಿಗಳ ಅಗತ್ಯವಿಲ್ಲ. ಚಪ್ಪಲಿ ಇಲ್ಲದೆ ನಡೆದುಕೊಂಡು ಹೋದರು ಸಯ್ಯದುನಾ ಬಿಶ್ರುನಿಲ್ ಹಾಫಿ റളിയല്ലാഹു അൻഹു. ആ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഇത്ര വലിയ സ്ഥാനത്ത് എത്തുകൊള്ള കാരണം എന്തിനെട്ട് കൊണ്ടുണ്ട മുസ്ലിം ബാലക്കാരങ്ങളെ ബഹുമാനിക്കണായതര ബഹുമാനിക്കണോ. ഞങ്ങളെ റായത്തെ പള്ളിയുടെ ബാങ്ക് കേക്കിടല്ലേ ബാലക്കാര. ബാങ്ക് വലിയ ബഹുമാനം ഉണ്ടുല. അതുകൊണ്ടല്ലേ ഞങ്ങളെ റായത്തെ ഹിരിയങ്ങളെ നീ നോക്കില്ലേ? അങ്ങനെ തലല് ചിലപ്പോ തൊപ്പിക്കാല ടവലിക്കാല അതേ ടൈമില് അള്ളാഹുടെ പള്ളി മിനാരത്തെ ബാങ്ക് പറയുമ്പോ ആ ബാങ്ക് കേൾക്കുമ്പോ ആ വയസ്സായ ബാപ്പട തലല് ടവല് വന്ന് രച്ചില്ലേ? ആ വയസ്സായ ബാപ്പട തലല് തൊപ്പി രച്ചില്ലേ? എന്തേ കാരണ? ഞാനിത് കേട്ടോണ്ടുള്ള അള്ളാഹുടെ പേരല്ലേ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഞാനിത് കേട്ടോണ്ടുള്ള അള്ളാഹുടെ പേരല്ലേ? അതുകൊണ്ട് റബ്ബുടെ പേര് കേൾക്കുമ്പോ തന്റെ തലനാണ് മുച്ചിട്ടിക്കണു. അതേ ടൈമില് വയസ്സിറങ്ങല തലല് അള്ളാഹുടെ പേര് കേൾക്കുമ്പോ ടൊപ്പി പറയുമ്പോ പാലക്കാറ നിന്റെ റായത്തിലൊരു ടൂർണമെന്റ് നടക്കിട്. ഇപ്പൊ നോക്കുമ്പോ ക്രിക്കറ്റ് കളിയല്ലേ? എവിടെ നോക്കിയെങ്കും ഡേ ആൻഡ് നൈറ്റ് ടൂർണമെന്റ്. പാലക്കാറാ നീന കളിയുടെ പിറവില് പോയപ്പോ നിന്റെ ചെമ്മ ജവാബ്ദാരി നീ മറന്നുപോയിറേ. നാല് റബ്ബുടെ കോർട്ടില് അല്ലാഹു തആല തന്ന യൗവനത്തെ ಬಗ್ಗೆ റബ്ബിടൊരു കണക്ക് ചൊല്ലുകൊണ്ടു. അല്ലാഹു തന്ന ആയുസ്സുണ്ടല്ലേ പാലക്കാറാ? ഈ ആയുസ്സിന്റെ ಬಗ್ಗೆ നാല് റബ്ബുടെ കോർട്ടിലൊരു കണക്ക് ചൊല്ലുകൊണ്ടു. നിന്റെ യൗവന നീ എന്തിಗೆ ಬೇನಾയിട്ട് ಖರ್ಚಾക്കിയ ബാലക്കാറ? നിന്റെ ഈ ആയുസ്സുണ്ടല്ലേ മനുഷ്യ? ഈ ആയുസ് നീ എന്തിಗೆ ಬೇനായിട്ട് ಖರ್ಚಾക്കിയ മനുഷ്യ? നാല് റബ്ബുടെ കോർട്ടിൽ അല്ലാഹു തആല നിന്റെ കേക്കുക പോണ്ട ഒരു നാളുണ്ട്. ആ നാളിടെ നിരിച്ചിട്ട് ബുൽപുടറ കണ്ണുങ്ങാവളൂ. ഞങ്ങ എന്തെല്ല വിഷയ നിരിച്ചിട്ട് ബുൽപുടല്ലേ? എന്തെല്ല വിഷയ നിരിച്ചിട്ട് ഞങ്ങ ബുൽപുടല്ലേ? അതേ ടൈമില് നാല് റബ്ബുടെ കോർട്ടില് നിക്കൊണ്ടല്ലേ ചൊല്ലവർ ബിയാറ. ആ ബിയാറ ഞങ്ങളെ മനസ്സിൽ വെച്ചിട്ട് ബുൽപുടറങ്ങ ഞങ്ങളെ കൂട്ടത്തിലുള്ളാറാ. നന്റെ റബ്ബുടെ കോർട്ടില് നക്ക് നിക്കുണ്ടല്ലോ. അതര നിരിച്ചിട്ട് ബുൽപുടറ എത്ര ബാലക്കാരങ്ങ ഉള്ളാറ്, എത്ര ആണിങ്ങ ഉള്ളാറ്, എത്ര പെണിങ്ങ ഉള്ളാറ് നിങ്ങൾക്ക് ഗൊന്തുണ്ടാ? സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുടി ഉണ്ടല്ലേ അത് നരച്ചു പോയില്ലേ? മുടി നിരക്കിട എന്തിക്? അത് സൂചന പോകുള്ള ടൈമായിട്ട് തിന്നിട്ടുള്ള സൂചന. അതേ ടൈമില് ഞങ്ങളെ ഇണ്ടത്തെ ആൽമാറ് ആ സൂചനമേ വേണ്ടാണ്ട് വെച്ചിട്ട് ബെൽത്ത മുടി കറുപ്പാട്ടിയോണ്ടുള്ളാറ്. എന്തിക്? ഇത് റബ്ബ് തന്നോണ്ടുള്ള സൂചന അല്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ മുടി ഒന്ന് ബെൽത്തു പോയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ചരിത്രത്തിൽ കണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുടി ബെൽക്കുള്ള കാരണം എന്തോ ഞാൻ എന്തിത് ചൊന്നോണ്ടുള്ള ബാലക്കാറ റബ്ബടെ നിരച്ചിട്ട് കണ്ണട തന്നെ ഇത്തില്ല അല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കണക്കിലെടുക്കണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുടി ബെൽത്തു പോയിട്ട് എന്തേ കാരണം കൊണ്ടുണ്ടാ ഖുർആനിലൊരു സൂറത്തുണ്ട് ആ സൂറത്തിലൊരു ആയത്തുണ്ട് ഏത് സൂറത്ത് കൊണ്ടുണ്ടാ സൂറത്തു ഹൂദ് ആ ഹൂദുകളുടെ സൂറത്തിൽ ആ ഹൂദുകളുടെ സൂറത്തുലൊരു ആയത്തുണ്ട് ആ ഹൂദുകളുടെ സൂറത്തുലൊരു ആയത്തുണ്ട് ഹൂദെന്ന സൂറത്താൽ ഭയന്നു നബിയുനാ അതുമാത്രമല്ല നരച്ചു പോയി ഷഫീഉനാ കൽപ്പിച്ച പോലെ നടക്കൂ നബിയേ എന്ന രാജന്റെ വിധിയാണതിന് കാരണമെന്ന ആ ഹൂദുകളുടെ സൂറത്തുലൊരു ആയത്തുണ്ട് ഏത് ആയത്ത് കൊണ്ടുണ്ടാ ഫസ്തഖിം കമാ ഉമിർത നബിയേ തങ്ങളൊട്ട നാണ് എങ്ങനെ നടക്കണോട്ട് ചൊന്നരേ അതുപോലെ നടക്കണോ നബിയേ ദീന് തപ്പിട്ട് നടന്നിരണ്ട നബിയേ ദീന്റെ നിയമ കാത്തില് പാർവാട്ടിട്ട് നടന്നിരണ്ട നബിയേ ആറൊട്ട ബാലക്കാറ ഖുർആനിൽ അല്ലാഹ് ചൊന്നോണ്ടുള്ളോ അതേ അന അവ്വലു മൻ യുഹർരിഖു ഹലഖൽ ജന്ന സ്വർഗത്തെ ബായിലിന്റെ ചങ്ങലയില്ലേ അത് ഫസ്റ്റ് പിടിച്ചിട്ട് കുലുക്കിടന്നാണ് ഉണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നിട്ടുള്ളൂ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടികയല്ലേ അല്ലാഹു തആല ചൊന്ന നബിയേ നാണ് എങ്ങനെ തങ്ങളൊട്ട നടക്കണോണ്ട് ചൊന്നൊരു അതുപോലെ നടക്കറൂ നബി ഈ ആയത്ത് നണ്ട കൽബില് വെച്ചിട്ട് സ്വഹാബികളൊട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നോണ്ടുണ്ട് ഈ ആയത്ത് നണ്ട കൽബില് വെച്ചിട്ട് സ്വഹാബ പാലക്കാറ ഖുർആൻ ഓതുക സുറായിട്ട് 4 എത്ര കൽഞ്ഞിട്ട് ഖുർആൻ ഓതുക സുറായിട്ട് തിങ്കൾ എത്ര കൽഞ്ഞിട്ട് എന്തേ ഞങ്ങളെ കണ്ണിലൊരു തന്നീത്താത്തതുണ്ടോ സ്വഹാബത്തുറട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു ഈ ആയത്ത് നണ്ട കൽബില് വെച്ചിയപ്പോ നക്കൊരു പേടി വന്നു പോയിട്ട് എന്ത്ര പേടി കൊണ്ടുണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആയ നണ്ടൊട്ടിಗೆ സൃഷ്ടികർത്തായ അല്ലാഹു ഇല്ലല്ലേ ആ റബ്ബ് നടക്കുക ചൊന്ന പോലെ ഞാൻ നടന്നരേ ഇല്ലേ അത് നെരിച്ചിട്ട് നണ്ട കണ്ണില് തന്നി വന്നു പോയിട്ട് നക്ക് ടെൻഷനായിട്ട് പോയിട്ട് ആ ടെൻഷന്റെ പേരില് നണ്ട അതാ രോമങ്ങം നരച്ചു പോയിട്ട് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് മെയ്യാവാല ജോർ ചൊല്ലു സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് ഖത്താനി അസ്വദാനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുടെ ഈ കെപ്പയുടെ രണ്ട് ഭാഗത്തില് കറുത്ത രണ്ട് ലൈനിൻ തീണ്ട് ചരിത്രത്തിൽ കണ്ട് അത് എവിടെ വന്ന ലൈന് ബാലക്കാറ ആ ലൈന് അല്ലാഹുടെ പേടിച്ചപ്പ കണ്ണട തന്നെ എത്തിട്ട് റബ്ബുടെ പേടിച്ചിട്ട് കണ്ണട തന്നെ എത്തിയപ്പോ അതേ കെപ്പയുടെ രണ്ട് ഭാഗ സൈഡിലുണ്ടല്ലേ കറുത്ത ഒരു അടയാളമുത്തു അതുകൊണ്ട് ഏറ്റവും വലിയ ഇബാദത്ത് ഞാൻ നിങ്ങൾക്ക് ചൊന്നു തരട്ടാ ഈ ഹംഗ്ലൂർ പള്ളിയുടെ ബാക്ക് സൈഡിൽ ഈ കാണ്ട വിശാലമായ പക്കത്തിൽ വെച്ചിട്ട് നന്റെ പൽക്ക കേട്ടോണ്ടുള്ള ബാപ്പമാര് നന്റെ പൽക്ക കേട്ടോണ്ടുള്ള ചങ്ങായിമാര് ഉമ്മ പെങ്ങന്മാര് ഇണ്ടത്തെ ഈ സദസ്സിൽ വെച്ചിട്ട് നിങ്ങളെ 4 മീസാന തുലാസിലു ഇബാദത്തിന് തൂക്ക പോകുമ്പോ ആ തുലാസ് നല്ല വെയിറ്റ് കിട്ടുകയായിട്ട് ഒരു ഇബാദത്ത് ചൊന്നു തരട്ടാ റമളാനുടെ പവിത്രമേറിയ ജാവും പോലും പറകു പോയോണ്ടിരിക്കുമ്പോ ആ റമളാനുടെ ഡേ ആൻഡ് നൈറ്റ് കാത്തോണ്ടിക്കുന്ന ടൈമില് പാലക്കാറ
ನಿಂದ ಕ್ರಿಕೆಟ್ ಟೂರ್ನಮೆಂಟ್ ಡೇ ಆ್ಯಂಡ್ ನೈಟ್ರ ಬಗ್ಗೆ ಅಲ್ಲಲ್ಲ ನಾ ಚೊನ್ನೋಂಟುള്ളൂ ನಿಮಗೆ ആറുകും നൗഫൽഡട്ട ബേജാറ് വന്നെങ്കും വെളിയല്ല നിങ്ങ ആറ് നണ്ട പറഞ്ഞെങ്കും വെളിയല്ല റബ്ബ് എന്തിಗೆ നക്ക് സ്റ്റേജ് തന്നൊരകൊണ്ടുണ്ടോ അല്ലാഹു തആല നക്ക് എന്തിಗೆ മൈക്ക് തന്നൊരകൊണ്ടുണ്ടോ നിങ്ങളെ എതിർಲು റബ്ബ് നക്ക് എഞ്ചിനിക്കുക എന്തിಗೆ തൗഫീഖ് തന്നൊരകൊണ്ടുണ്ടോ ആരെ കൈയടി അടിക്കുകവേനായിട്ട് കൊശിപ്പെടുത്തുകവേനായിട്ട് ಅದರ പേരിൽ പണ്ട് വർഷ പാഠം മാസ്റ്റർ ആ പക്കത്ത് വാളുക വിളിക്കുകവേനായിട്ടല്ല ഒരു സ്റ്റേജ് ഒന്നിട്ട് ഹക്ക് ചൊന്നതിന്റെ പേരിൽ പിന്നെ നമുക്ക് സ്റ്റേജ് കിട്ടാണ്ടായെങ്കിലോ ഞങ്ങൾക്കതിലൊരു ബേജാറും ഇല്ല നാ ചൊന്നോണ്ടുള്ള നിന്റെ തലക പത്തിട്ടുള്ള ക്രിക്കറ്റർ ಬಗ್ಗೆ അല്ല ഇനി ബറകു പോണ്ട പവിത്ര പാവന റമളാൻ തിങ്കളുടെ ഡേ ആൻഡ് നൈറ്റ് ഉണ്ടല്ലോ അത് കാത്തോണ്ടുള്ള ഈ ടൈമിലോ നിന്റെ സദസ്സിൽ കൂടിയിട്ടുള്ള നിങ്ങളൊട്ടനക്കൊരു ഇബാദത്തിന്റെ ಬಗ್ಗೆ ചൊന്തറട്ട ആ ഇബാദത്ത് നിസ്കാര അല്ല ആ ഇബാദത്ത് അതേ വൃത്താനുഷ്ഠാന അല്ല ഫാസ്റ്റിംഗ് അല്ല നോമ്പല്ല ഖുർആനോത്തല്ല പിന്നെ എന്ത്ര ಗೊಂತುಂಡ ನಿಂಗ ಬುಲ್ಪುಡರು ಅಲ್ಲಾಹು ತಆಲ ತೌಫೀഖ್ ತರട്ടെ ബുൽപു വലിയ ഇബാദത്ത് സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹുടെ നിരിക്കറു അല്ലാഹുടെ നിരിച്ചിട്ട് ബുൽപുടറു ബുൽപു വലിയ ഇബാദത്ത് ഉണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ബുൽപുടറു ജാവും പോലും റബ്ബടെ നിരിച്ചിട്ട് ബുൽപുടറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ബുൽപുട്ടുത്തു ഉമറുൽ ഫാറൂഖ് തങ്ങ ബുൽപുട്ടുത്തു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങ ബുൽപുട്ടുത്തു സ്വഹാബത്ത് ബുൽപുട്ടാറ് ബുൽപുടറു ഫല്യദ്ഹഖു ഖലീലാ